തെങ്കാശി എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. തെങ്കാശിക്ക് തിലകക്കുറിയായി നിൽക്കുന്ന ഈ ക്ഷേത്രം പാണ്ഡ്യരാജാവിനാൽ 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര ദർശനം നടത്തുന്നതിനൊപ്പം ചരിത്ര വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും സന്ദർശിക്കാവുന്ന ഇടമാണിത്. മുല്ലയുടെയും പിച്ചിയുടെയും സുഗന്ധം നിറയുന്ന ക്ഷേത്ര പരിസരം. ക്ഷേത്രാങ്കണത്തിൽ കണ്ണുകളടച്ച് കാശിനാഥിനെ പ്രാർത്ഥിക്കാൻ ആയിരങ്ങളാണ് ദിവസവും എത്തുന്നത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം തമിഴ്നാടിന്റെ തനതു വാസ്തുവിദ്യാശൈലിയിലുള്ള നിർമ്മിതിയാണ്. മധുരയും തിരുനെൽവേലിയും കഴിഞ്ഞാൽ ദക്ഷിണ തമിഴ്നാട്ടിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായി മാറിയ തെങ്കാശിയുടെ മുഖമുദ്രയാണ് ഈ ഗോപുരം. കേരളത്തിലെ 5 തെക്കൻ ജില്ലകളിൽ നിന്ന് 50-ലധികം KSRTC സർവീസുകളാണ് തെങ്കാശിയിലേക്കുള്ളത്. 1986-ലുണ്ടായ ഇടിമിന്നലിൽ ഗോപുരത്തിന്റെ ഒരു വശം പിളർന്നു. തുടർന്ന് വർഷങ്ങൾ നീണ്ട നിർമ്മാണങ്ങൾക്കൊടുവിലാണ് ഗോപുരം പൂർവ്വസ്ഥിതിയിലായത്. പുനലൂരിൽ നിന്ന് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രത്തിലേക്ക് നടത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ വലിയ വരവേൽപ്പാണ് നൽകാറുള്ളത്. തമിഴ്, മലയാളം, കന്നഡ സിനിമകളുടെ സ്ഥിരം ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇവിടം. തമിഴകത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം വിട്ടേക്കുന്നു. ബൈ.